Dear all, today we can discuss the ethical issues when we are using self-report scales. In this unit, we want to discuss different ethical issues when we use the self-report scale. Actually, sometimes counselors or family therapists may consider using self-report scale as a shortcut to a proper interview with the client. Self-report scales cannot replace effective interviewing. ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നതിൽ ഉണ്ടാകുന്ന യഥാർത്ഥ ഗുണം ചിലപ്പോൾ ഒരു പകരക്കാരനായി വന്നു നിൽക്കുന്ന സെൽഫ് റിപ്പോർട്ട് സ്കെയിലിന് SRSന് അത്രയും ഗൗരവം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സാധാരണഗതിയിൽ എ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ ഷുഡ് സെർവ് ടു സപ്ലിമെന്റ് ഇന്റർവ്യൂവിനെ കേസ് ഹിസ്റ്ററി ടേക്കൺ ഒരു സപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ പലപ്പോഴും സെൽഫ് റിപ്പോർട്ട് സ്കെയിൽസ് പരിഗണിക്കുന്നുള്ളൂ. ഈ സപ്ലിമെന്റായി ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് പൊതുവെ വളരെ ഒരു സെക്കൻഡറി ഡാറ്റ കളക്ഷൻ പോലെയാണ്. നേരിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പ്രൈമറി ഡാറ്റ കളക്ഷൻ, ദാറ്റ് ഈസ് ദ ഇന്റർവ്യൂ മെത്തേഡ്. ബട്ട് വെൻ വി യൂസ് സെൽഫ് റിപ്പോർട്ടഡ് സ്കെയിൽ reporting scale, we can deals which as a secondary data. It should be a secondary source of information for intervention. It gives different which gives actually the information on the client's strength and weakness that can be shape the course of intervention. ഇന്റർവെൻഷൻസിലെ ഈ ഇടപെടലുകളിലൂടെ സെൽഫ് റിപ്പോർട്ടഡ് സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ നേരിട്ട് ചെയ്യുന്നത് പോലെ, ഇന്റർവ്യൂവിൽ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് ഇരിക്കില്ല. It can also provide feedback on the progress in therapy. Even a battery of self-report scales cannot be the only source of information when planning intervention. ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിലിനെ മാത്രമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ചെയ്യുക എന്ന് പറയുന്നത് അത് ചില സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഈ ഇന്റർവെൻഷൻസ് ടൈമില് കൗൺസിലറിന്, തെറാപ്പിസ്റ്റിന് പലതരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസും പലതരത്തിലുള്ള ഹാംഫുള്ളും ഈ ക്ലയന്റിനോട് സംഭവിക്കേണ്ടി വരും. കാരണം ഒരു ക്ലയന്റിന് ഉണ്ടാകുന്ന ഇന്റർവ്യൂവിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള, നമ്മൾ ഹൈപ്പോതസിസ് ചെയ്തിട്ടുള്ളത് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് നമ്മളുടെ ഫോക്കസ്, ടാർജറ്റ് കൃത്യമായിരിക്കും. പക്ഷെ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ ഏതെങ്കിലും ചില ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ട് അവ ഇതിലേക്ക് കൃത്യമായി കോറിലേറ്റഡ് ചെയ്യാൻ സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ബാറ്ററി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ സീരീസ് ഓഫ് ടെസ്റ്റ് ആണ്. അത് അങ്ങനെ കുറേ എണ്ണങ്ങൾ, ഈ SRSന്റെ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽസിന്റെ ഒരുപാട് എണ്ണങ്ങളെയാണ് ഈ ബാറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ക്ലയന്റിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ ആ വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ഒരു അഡീഷണൽ ബേർഡൻ ആണെങ്കിലും അല്ലെങ്കിലും ക്ലയന്റിന്റെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു SRS നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ക്ലയന്റിന്റെ ഇമോഷൻസ് പരിപൂർണമായും പരിഗണിക്കാൻ കഴിഞ്ഞു എന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തെറ്റായ ജഡ്ജ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദ കൗൺസിലർ is unable to contain the anxiety of the client. ക്ലയന്റിന്റെ ആൻസൈറ്റി പൂർണ്ണമായി നമുക്ക് പാലിക്കാൻ
നീതി പുലർത്താൻ ചിലപ്പോൾ ഇതിലൂടെ കഴിഞ്ഞു എന്ന് വരില്ല. സ്വാഭാവികമായും ചില തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതിൽ വളരെ കൂടുതലാണ്. അതിന് നമ്മൾ പറയുന്നത് എ കൗൺസിലർ ഓർ എ തെറാപ്പിസ്റ്റ് മേ ബിക്കം ക്യൂരിയസ് about a client's performance on the scale and so become tempted to administrate. അപ്പൊ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻ സച്ച് എ സിറ്റുവേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്കെയിൽ ഈസ് എ വേസ്റ്റ് ഓഫ് ക്ലയൻസ് ടൈം. അത് ചിലപ്പോൾ ഒബ്ജക്റ്റീവിന് വളരെ ഘടകവിരുദ്ധമായി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊരു അൺഎത്തിക്കലാണ് എന്നുള്ളതും മനസ്സിലാക്കുക. റിലവന്റ് ടെസ്റ്റ് വളരെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് പരിപൂർണത കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഈ രണ്ടെണ്ണം ഏതാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സമയവും അതിനുള്ള സൗകര്യവും ഉണ്ട് എങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് തന്നെയാണ്, അസസ്മെന്റ് നടത്തുന്നത് തന്നെയാണ് സെൽഫ് റിപ്പോർട്ടഡ് സ്കെയിലിനേക്കാൾ എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന 3 സംഗതികൾ നിർബന്ധമായും നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. ഈ ഇന്റർവ്യൂ ആണെങ്കിലും അസസ്മെന്റ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ മെത്തേഡിലൂടെ അസസ് ചെയ്യുന്നതാണെങ്കിലും സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ ആണെങ്കിലും നമ്മൾ കൃത്യമായി ഈ 3 പോയിന്റ് മനസ്സിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ദ കൺസെന്റ് ഓഫ് ക്ലയൻസ് ഷുഡ് ബി ടേക്കൻ പ്രിയർ ടു ദ ടെസ്റ്റിംഗ്. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലയന്റിന്റെ നിർബന്ധമായും കൺസെന്റ്, അവരുടെ സമ്മതം നമ്മൾ വാങ്ങിച്ചിരിക്കണം. അതിനൊരു പ്രത്യേക ഫോർമാറ്റ് തന്നെ ഉണ്ട്, ആ രൂപത്തിൽ തന്നെ നമുക്ക് വാങ്ങേണ്ടതുണ്ട്. മാത്രമല്ല റിസൾട്ട്സ് ആൻഡ് റെസ്പോൺസ് ഷീറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം ഇതിൻ്റെ തുടക്കവും പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലെ എല്ലാ സ്റ്റേജസും അതിൻ്റെ ഫൈനൽ റിസൾട്ട്സ് റെസ്പോണ്ട് എല്ലാം തന്നെ നമ്മൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, നമ്മെ വിശ്വസിച്ചിട്ടാണ് ഒരാൾ വരുന്നത്, ആ ഒരു വിശ്വാസത്തിൽ എപ്പോഴും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. ക്ലയൻസ് ഷുഡ് ബി പെർമിറ്റഡ് ടു സ്റ്റോപ്പ് ദ ടെസ്റ്റ് ഇഫ് ദേ വിഷ് ടു ഡു സോ. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നതോ അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ നടത്തുമ്പോഴോ നമ്മൾ ഇന്റർവ്യൂവിൽ അസസ് ചെയ്യുമ്പോഴോ ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും നമുക്കത് ഒഴിവാക്കാൻ, അത് വിട്ടുപോകാൻ, ഈ ടെസ്റ്റിൽ നിന്ന് വിട്ടുപോകാൻ അദ്ദേഹത്തിന് പെർമിഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. ആ 2 കാര്യങ്ങൾ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കൺസേൺ വാങ്ങിക്കുക, അതായത് ടെസ്റ്റിന് വിധേയമാകുന്നു എന്നുള്ളത് കൺസേൺ വാങ്ങിക്കുക. അത് ഇന്റർവ്യൂ ആണെങ്കിലും ശരി, അസസ്മെന്റിന് ഉപയോഗിക്കുന്ന മറ്റ് ഏത് ടൂൾ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തുകയാണെങ്കിലും മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് പ്രക്രിയ നടത്തുന്നതും അതുപോലെ തന്നെ ഹിസ്റ്ററി ടേക്കിങ്ങിനാണെങ്കിലും ഏത് സന്ദർഭത്തിലും ഈ 3 പോയിന്റ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, കൺസെൻ വാങ്ങിക്കുക, നിർബന്ധമായും സമ്മതപത്രം വാങ്ങിക്കുക. എല്ലാ റിസൾട്ട്സും തുടക്കം മുതൽ ഒടുക്കം വരെ റിസൾട്ട്സും റെസ്പോൺസ് ഷീറ്റിലുള്ള ഡാറ്റകളും അവരുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഏത് ഘട്ടത്തിലും വേണമെങ്കിലും നമ്മളിൽ നിന്ന് അവർ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ, ഒരു ടെർമിനേഷനിലേക്ക് നമ്മളായി ടെർമിനേറ്റ് ചെയ്യുന്നതിനല്ല, അവർക്ക് മുമ്പേ ടെർമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി പെർമിറ്റഡ് ടു സ്റ്റോപ്പ് ദ ടെസ്റ്റ് ഇഫ് ദേ വിഷ് ടു ഡു സോ. ഈ 3 സംഗതികളും നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി വച്ചിരിക്കണം. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി അസസ്മെന്റ് റിപ്പോർട്ട് സ്കെയിൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് കുറിച്ചെടുക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സം സെൽഫ് റിപ്പോർട്ടഡ് സ്കെയിൽസ് ആണ് പറയുന്നത്. ഫാമിലി അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട്സ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു തരത്തിലുണ്ട്. അതുപോലെ തന്നെ മാരിറ്റൽ അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ എന്നുള്ളതുണ്ട്. ഇതിന്റെ എല്ലാം ഒറിജിനൽ ടൂള് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ കൈവശമുണ്ട്. ഒറിജിനൽ ടൂൾ ആവശ്യമനുസരിച്ച് നമുക്കത് പേഴ്സണലി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനെയും പരിഗണിക്കണം. ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി, certain family assessment scales are administrated to an individual to collect information about the family functioning and identifying the problem areas.
അതിൽ ഒന്നാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എഴുതിയെടുത്തോളൂ. പോയിന്റ് നമ്പർ 1, MC മൈക്ക്. ഓക്കെ, മൈക്ക് മാസ്റ്റർ ഫാമിലി അസസ്മെന്റ് ഡിവൈസ്. മൈക്ക് മാസ്റ്റർ ഫാമിലി അസസ്മെന്റ് ഡിവൈസ് 1983 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ അകത്ത് 60 സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ ഐറ്റം ഉണ്ട്. 60 ഐറ്റം ഉള്ളതാണ്. ആ 60 ഐറ്റത്തിന് ചില ഹെഡ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്ന് അസസസ് ജനറൽ ഫങ്ഷനിങ്, അത് എഴുതിയെടുത്തോളൂ പോയിന്റൈസ് ചെയ്തിട്ട്. ജനറൽ ഫങ്ഷനിങ്, റിലേഷണൽ ഫങ്ഷനിങ്, problem solving, communication roles, affective responsiveness, affective involvement, behavioral control. Behavior control. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ജനറൽ ഫങ്ഷനിങ്, റിലേഷണൽ ഫങ്ഷനിങ്, പ്രോബ്ലം സോൾവിംഗ്, communication roles, affective responsiveness, affective involvement, and behavioral control. ഈ മൈക്ക് മാസ്റ്റർ ഫാമിലി അസസ്മെന്റ് ഡിവൈസിന്റെ ഒറിജിനൽ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം മറ്റൊരു സന്ദർഭത്തിൽ. രണ്ടാമത്തെയാണ് ഫാമിലി ഇന്ററാക്ഷൻ പാറ്റേൺ സ്കെയിൽ. നമ്മുടെ ബുക്കിൽ തന്നെ അത് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 42 ഇത് കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. മാനുവൽ 1. നിങ്ങൾക്ക് 2 പാർട്ടായിട്ടാണോ ബ്ലോക്ക് ആയിട്ടാണോ സിംഗിൾ ബ്ലോക്ക് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള ബുക്ക് 2 ബ്ലോക്ക് ആയിട്ടാണ്. അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ പേജ് നമ്പർ 42 നമുക്ക് ഇത് കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ റിപ്പീറ്റ് ചെയ്ത് ആ ഐറ്റംസുകൾ ഏത് ഹെഡാണ് എന്ന് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കി വച്ചിരിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ മൈക്ക് മാസ്റ്ററിലെ ഫാമിലി അസസ്മെന്റ് ഡിവൈസ് പലവട്ടവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അത് നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുമുള്ളതാണ്. 2, ഫാമിലി ഇന്ററാക്ഷൻസ് പാറ്റേൺ സ്കെയിൽ. അത് കൃഷ്ണ ആൻഡ് അജീരിയ, ഒരു ഭാട്ടി എന്നുള്ളവരുടെ എല്ലാം നേതൃത്വത്തിൽ 1986 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 6 സബ് സ്കെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അത് ഒന്ന് ലീഡർഷിപ്പ്, 6 എണ്ണമാണ്, 6 സബ് സ്കെയിലാണ്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, റോൾ, റീഇൻഫോഴ്സ്മെന്റ്, കൊഹ്സീവ്നെസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. ഈ 6 പോയിന്റിന് സബ് സ്കെയിൽ വെച്ചിട്ടാണ് ഈ ഫാമിലി ഇന്ററാക്ഷൻ പാറ്റേൺ സ്കെയിൽ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്ന് ഒരിക്കൽ കൂടി പറയാം. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, റോൾ, റീഇൻഫോഴ്സ്മെന്റ്, കൊഹ്സീവ്നെസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. മൂന്നാമത്തത് ഫാമിലി എൻവയോൺമെന്റ് സ്കെയിൽ. മൂസ് ആൻഡ് മൂസിന്റെയാണ്. 1976 അതുപോലെ തന്നെ റിവൈസ് ചെയ്ത് 1981 പുറത്തിറക്കിയതാണ് ഫാമിലി എൻവയോൺമെന്റ് സ്കെയിൽ. ഇതിൽ 90 ഐറ്റമാണ് ഉള്ളത്. 3 ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒന്ന് റിലേഷൻഷിപ്സ്, പേഴ്സണൽ ഗ്രോത്ത്, നമ്പർ 2 പേഴ്സണൽ ഗ്രോത്ത്, 3 സിസ്റ്റം മെയിൻ്റനൻസ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫാമിലി എൻവയോൺമെന്റ് സ്കെയിൽ മൂസ് ആൻഡ് മൂസ് ആണ്. 1976 1981 അത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90 ഐറ്റം ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അസസ് 3 ഡയമെൻഷൻസ് ആണ്. റിലേഷൻഷിപ്സ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ്. ഈ 3 എണ്ണമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ നാലാമത്തത് ബ്ലൂമിന്റെ കൊളോറാഡോ സെൽഫ് റിപ്പോർട്ട് ഓഫ് ഫാമിലി ഫങ്ഷനിങ്. സെൽഫ് റിപ്പോർട്ട് ഓഫ് ഫാമിലി ഫങ്ഷനിങ് ബ്ലൂമിന്റെ 1985. 75 ഐറ്റമാണ് ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിലിൽ ഉള്ളത്. 75 സീരിയൽ നമ്പറിൽ 75 വിഷയങ്ങളാണ് അതിൽ സംസാരിക്കുന്നത്. 15 ഡയമെൻഷൻസിലാണ്.
4-point റേറ്റിംഗ് സ്കെയിലാണ്. This is a 75-item self-report scale, assesses 15 dimensions of a family functioning on a 4-point rating scale. ഇത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഫാമിലി ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാമിലി അസസ്മെന്റ് ടൂളാണ്. ഫാമിലി അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് സ്കെയിലാണ്. ഇനി മാരിറ്റൽ, അത് കൃത്യമായി കപ്പിൾ അല്ലെങ്കിൽ സെക്ഷുവൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെ വരുന്നതാണ്. മാരിറ്റൽ അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ. They should be administered to both. They should be administered to both the partners to avoid getting a biased view of the marital relationship. ഇതില് രണ്ടുപേരുടെയും ഇത് കൃത്യമായി നമ്മൾ ടൂള് അസസ് ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാളുടെ മാത്രമാണ് എങ്കിൽ അത് ബയാസിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ദേ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ബോത്ത് കപ്പിൾ. ഓക്കെ, ബോത്ത് കപ്പിൾ, രണ്ടുപേരിലും നമ്മൾ ഇത് ഭാര്യയും ഭർത്താവും രണ്ടുപേരെയും നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. ദേ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ടു ബോത്ത് പാർട്ട്നേഴ്സ് ടു അവോയ്ഡ് ഗെറ്റിംഗ് എ ബയാസ്ഡ് വ്യൂ ഓഫ് ദ മാരിറ്റൽ റിലേഷൻഷിപ്പ്. അതിൽ ഒന്നാമത്തതാണ് ഇത്. മാരിറ്റൽ അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് സ്കെയിലാണ്. നേരത്തെ പറഞ്ഞത് ഫാമിലിയാണ്, അതിൽ 4 എണ്ണമാണ് പറഞ്ഞത്. ഇതില് നമുക്കൊരു 10 എണ്ണത്തിന്റെ അടുത്ത് പറയാനുണ്ട്. പക്ഷെ 10 എണ്ണം ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു 4 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. ഒന്ന്, കോൺഫ്ലിക്റ്റ് ടാക്ടിക്സ് സ്കെയിൽ. കോൺഫ്ലിക്ട്സ് ടാക്ടിക്സ് സ്കെയിൽ സ്ട്രോസിന്റെയാണ്. STRAUS, സ്ട്രോസ്. 1975 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അസസസ് ഫിസിക്കൽ ആൻഡ് അതർ ടൈപ്സ് ഓഫ് മാരിറ്റൽ അഗ്രഷൻസ്. മാരിറ്റൽ അഗ്രഷൻ ആണ് ഇവിടെ കൃത്യമായി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാരിറ്റൽ അസസ്മെന്റ് സെൽഫ് റിപ്പോർട്ട് സ്കെയിലില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കോൺഫ്ലിക്ട്സ് ടാക്ടിക്സ് സ്കെയിൽസ്. സംഘർഷങ്ങൾക്ക് എങ്ങനെ അയവ് വരുത്തി നമുക്കതിനെ സ്മൂത്തായി മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്മൂത്തായി കൊണ്ടുപോകാം എന്നുള്ളതിനെ ചെയ്യുന്നതാണ് ഫിസിക്കൽ ആൻഡ് അതർ മാരിറ്റൽ അഗ്രഷൻ. എല്ലാ തരത്തിലുമുള്ള വിവാഹ അല്ലെങ്കിൽ ഭൗതിക വിവാഹ കപ്പിൾ തെറാപ്പിയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് സെക്ഷുവൽ ഇന്ററാക്ഷൻ ഇൻവെന്ററി. സെക്ഷുവൽ ഇന്ററാക്ഷൻ ഇൻവെന്ററി. ലോപിക്കോലോ ആൻഡ് സ്റ്റേജർ ഇവരുടെയാണ് ഈ സെക്ഷുവൽ ഇന്ററാക്ഷൻ ഇൻവെന്ററി. 1974 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ടു അസസ് സെക്ഷുവൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹെറ്ററോസെക്ഷുവൽ കപ്പിൾസ്. ഓക്കെ, നോർമൽ heterosexual couples. 6 questions on a 6-point rating scale. 6 ചോദ്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. സബ് ക്വസ്റ്റ്യൻസുകൾ ഇതിന്റെ അകത്ത് ഈ 6 എണ്ണത്തിൽ സുപ്രധാനമായിട്ട് വരും. 6 പോയിന്റ് ഉള്ള 6-point റേറ്റിംഗ് സ്കെയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെയും ഒറിജിനൽ ടൂൾ എന്റെ കൈവശം ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കഞ്ഞി തരുന്ന സാധനങ്ങൾ. ഓക്കെ. നമ്പർ 3, മാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻവെന്ററി. Marital communication inventory. 1970 assessing quality and quantity of communication between the partners. അപ്പോൾ ക്വാളിറ്റി അസസ്മെന്റും ക്വാണ്ടിറ്റി അസസ്മെന്റും ഇതിന്റെ അകത്ത് ഉണ്ട്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ക്വാളിറ്റി അസസ്മെന്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കമ്മ്യൂണിക്കേഷൻ മെത്തേഡുമാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. 46 items on a 4-point rating scale. 46 items on a 4-point rating scale. Higher scores implies a better satisfaction. അപ്പൊ ഇതില് 46 മാർക്ക് എന്നല്ല, 4 മാർക്ക് 4 പോയിന്റ് വെച്ചിട്ടാണ്. അപ്പൊ ടോട്ടൽ പോയിന്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എത്ര എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള. പിന്നെ നമ്മളുടെ നാട്ടിലൊന്നും ഇത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള സാമൂഹ്യ സാധ്യതകൾ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമൂഹ്യമായി നമ്മുടെ രാജ്യത്ത് ഇത് യൂസ് ചെയ്യാനുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കേസസ് നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
പിന്നെ തീക്ഷ്ണമായ ചില സൈക്കാട്രിക് ഏരിയയിൽ മാത്രമാണ് ഇത് നമുക്ക് ഉള്ളത്. നോർമലി എല്ലാം ഒരു വേഗമായിട്ടുള്ള ഒരു ഇതിൽ പെട്ടെന്ന് തന്നെ ചില ഡിസിഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ചില ധാരണകളാണ് ഇതിൻ്റെ ഉള്ളത്. മറ്റൊരു സുപ്രധാനമായ നാലാമത്തെ ഒന്ന്, ഇവാലുവേറ്റിംഗ് ആൻഡ് നർച്ചറിങ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹാപ്പിനെസ്. ഈ ക്യാപിറ്റൽ ലെറ്റർ ENIRCH, എൻറിച്ച് മാരിറ്റൽ ഇൻവെന്ററി, അതായത് ഇവാലുവേറ്റിംഗ് ആൻഡ് നർച്ചറിങ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹാപ്പിനെസ്. അതാണ് ENIRCH. എൻറിച്ച് അല്ല കേട്ടോ, എൻറിച്ച് അല്ല, എൻറിച്ച്. ഇത് എൻറിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻറിച്ച് എന്നുള്ളത് നമ്മൾ അറിയാതെ എൻറിച്ച് മാരിറ്റൽ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ട് കേട്ടോ, അറിയാതെ അത് നിങ്ങൾ എടുത്തു പോകരുത്. ഇത് ഓൾസന്റെ ആണ്, OLSEN, ഓൾസൻ, ഫോർണിയർ ആൻഡ് ഡ്രക്മാന്റെ ആണ് 1983 ഈ ഒന്ന്. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ സ്കെയിൽ ആണ്. 14 സ്കെയിലാണ് ഇതിൽ. 125 ഐറ്റം ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അത് ബുക്കിൽ കൃത്യമായി നമുക്കതിൽ പറയുന്നുണ്ട്. 125 ഐറ്റം. ഐഡിയലിസ്റ്റിക് ഡിസോർസിയേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ഡിസൈറബിലിറ്റി സ്കെയിൽ, മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണാലിറ്റി ഇഷ്യൂസ്, കമ്മ്യൂണിക്കേഷൻ ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ലെവൽ ഓഫ് കംഫർട്ട്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ലിഷർ ആക്ടിവിറ്റീസ്, സെക്ഷൽ റിലേഷൻഷിപ്പ്, ചൈൽഡ് ആൻഡ് പാരന്റിങ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഇക്വിലിറ്റേറിയൻ റോൾസ്, റിലീജിയസ് ഓറിയന്റേഷൻ, മാരിറ്റൽ കൊഹിഷൻ ആൻഡ് മാരിറ്റൽ ചേഞ്ച്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. മൊത്തം 125 ഐറ്റം ഉണ്ട്. 14 സ്കെയിലാണ്, 14 സബ് ഹെഡിലാണ് ഇത് നിലവിൽ ഉള്ളത്. സാധാരണ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻവെന്ററിയാണ് മാരിറ്റൽ ഇന്റിമസി ക്വസ്റ്റിനെയർ. 5ാമത്തത് പോയിന്റ്, മാരിറ്റൽ ഇന്റിമസി ക്വസ്റ്റിനെയർ. 1995 വാൻ ടെൻ ബ്രൂക്ക്, വെർട്ടോമൻ, വാൻഡ്രീസ്കിൻ, അത് സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് ബുക്കിൽ തന്നെ കൃത്യമായിട്ട് കിട്ടും, അത് നോക്കിയിട്ട് ചെയ്യുക. മാരിറ്റൽ ഇന്റിമസി ക്വസ്റ്റിനെയർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 56 ഐറ്റമാണ് ഇതിലുള്ളത്. ഇറ്റ് ഈസ് 56 ഐറ്റം സെൽഫ് റിപ്പോർട്ടഡ് ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ചോദ്യാവലികൾ ഉള്ളതാണ് ക്വസ്റ്റിനെയർ. സ്കോർഡ് ഓൺ എ 5-point സ്കെയിൽ അസസിംഗ് 5 കോമ്പണന്റ് ഓഫ് മാരിറ്റൽ ഇന്റിമസി. മാരിറ്റൽ ഇന്റിമസി അതിലുള്ളതാണ് ഇന്റിമസി പ്രോബ്ലംസ്, കൺസെൻസസ്, ഓപ്പൺനെസ്, അഫെക്ഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഈ 5 കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മാരിറ്റൽ ഇന്റിമസിയിൽ ഉണ്ടാകുന്ന 5 കോമ്പണന്റ്: ഇന്റിമസി പ്രോബ്ലംസ്, കൺസെൻസസ്, ഓപ്പൺനെസ്, അഫെക്ഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഈ 5 തരത്തിലുള്ളതിന് 56 ഐറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് മാരിറ്റൽ ഇന്റിമസി ക്വസ്റ്റിനെയർ നിലവിൽ ഉള്ളത്. 6ാമത്തത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നതാണ്, സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഷാ, ഇന്ത്യൻ വെർഷൻ ആണ്. ഷാന്റെ മാരിറ്റൽ ക്വാളിറ്റി സ്കെയിൽ. മാരിറ്റൽ ക്വാളിറ്റി സ്കെയിൽ എന്നുള്ളത് 1991. ഇറ്റ് ഈസ് 50 ഐറ്റം സെൽഫ് റിപ്പോർട്ട് മെഷർ scored on a 4-point scale. 12 factors, namely understanding, rejection, satisfaction, affection, despair, decision making, discontent, dissolution, potential, dominance, self-disclosure, trust and role functioning. അങ്ങനെ 12 എണ്ണമാണുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ ആ 12 എണ്ണം പറയാം. അണ്ടർസ്റ്റാൻഡിങ്, റിജക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ, അഫെക്ഷൻ, ഡിസ്പയർ, ഡിസിഷൻ മേക്കിംഗ്, ഡിസ്കണ്ടന്റ്, ഡിസൊല്യൂഷൻ, പൊട്ടൻഷ്യൽ, ഡോമിനൻസ്, സെൽഫ് ഡിസ്ക്ലോഷർ, ട്രസ്റ്റ് ആൻഡ് റോൾ ഫങ്ഷനിങ്.
ഇത്രയും സംഗതികൾ നമുക്ക് ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിലിലെ മാരിറ്റൽ ഏരിയയില്, കപ്പിൾ റിലേഷൻഷിപ്പ് ഏരിയയിൽ വരുന്നതാണ്. ഈ ഫാമിലി അസസ്സും മാരിറ്റൽ അസസ്സും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പക്ക ബയോളജിക്കൽ റിലേറ്റഡ് ആണ്, ഫിസിക്കൽ മാത്രമല്ല, ബയോളജിക്കൽ ഇമ്പാക്റ്റോടുകൂടി വരുന്നതാണ്. അപ്പൊ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽസ് ടു അനലൈസ് ദ ഇൻഡിവിജ്വൽസ് ഹെൽത്ത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫാമിലി ആൻഡ് മാരിറ്റൽ തെറാപ്പി എന്നുള്ളതിലാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെക്സ് ഡിപ്രഷൻ ഇൻവെൻട്രി, ശാരീരികമായിട്ടുള്ള അവശതകൾ കൂടിയുള്ള ഒരു ഹോർമോണിക് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ബെക്സ് ഡിപ്രഷൻ ഇൻവെൻട്രി. This is a 21-item self-report scale scored on a 4-point rating scale used to assess depressive symptoms. ഡിപ്രസീവ് സിംറ്റംസിന് ഒരു ഡിപ്രഷനിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വൈവാഹിക ഡിപ്രഷൻ ഉള്ള ആളുകളിൽ ഉപയോഗിക്കുന്നതാണ് ബെക്സ് ഡിപ്രഷൻ. ഇങ്ങനെ തന്നെ നേരിട്ട് ചോദിക്കും, വാട്ട് ഈസ് ബെക് ഡിപ്രഷൻ ഇൻവെന്ററി. വേറെ ഒന്നും എഴുതാനില്ല. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 1961, introduced by author Beck. This is a 21-item self-report scale scored on 4-point rating scale used to assess depressive symptoms. Number 2, general health questionnaire. ഈ ചെറിയ 1-2 പോയിന്റ് ഉള്ളതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുന്നതിൽ തെറ്റില്ല. ജനറൽ ഹെൽത്ത് ക്വസ്റ്റ്യനായർ ഗോൾഡ്ബർഗ് ആൻഡ് ഹില്ലറിന്റെ ആണ്. Goldberg and Hiller, 1979. This is a 12-item self-report scale scored on a 4-point rating scale used to detect possible diagnosable psychiatric disorder. സൈക്യാട്രിക് ഡിസോർഡറിനുള്ളതാണ് കുറച്ചും കൂടി. ഇത് ട്രീറ്റ്മെന്റ്, ഞാൻ പറഞ്ഞല്ലോ രണ്ടും ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്, ബയോളജിക്കൽ ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ഈ ആളുകളെ ഇല്ലാത്ത ഒരവസ്ഥ, 1:15 തന്നെ ഞാൻ സത്യത്തിൽ ഇന്ന് വന്ന് നിൽക്കുന്നതാണ്. ഒരു മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ പോയി ഒരു ബോറൻ മേഖലയിലേക്ക് പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു ജസ്റ്റ് ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് മറ്റൊരു ദിവസം ഗ്രൂപ്പിൽ ഞാൻ ഒരു ദിവസം അറിയിച്ചിട്ട് നമുക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ ഒരു ചെറിയ ഈ യൂണിറ്റ് നമ്മൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഒരു പോയിന്റും കൂടി പറഞ്ഞ് നമുക്ക് ഈ യൂണിറ്റ് അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് റിസർച്ച് എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ വിപുലമായ ഒരു സംഗതിയുണ്ട്. അത് മറ്റൊരു ദിവസം വിശദീകരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് സെൽഫ് റിപ്പോർട്ട് സ്കെയിൽസ്. ക്വാളിറ്റേറ്റീവ് മേഖലയിലേക്കാണ് പോകുന്നത്. സാധാരണഗതിയിൽ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് തെറാപ്പി, ദ തെറാപ്പിസ്റ്റ് മേ കം ടു റിയലൈസ് ദ കപ്പിൾ ഓർ ഫാമിലി ഹാസ് ഡിഫറently or difficulty in certain aspects of the relationships. പല തരത്തിലുള്ള സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ അതിൽ റിലവൻ്റ് ആയത് നമ്മൾ കണ്ടെത്താനും അത് വർക്കൗട്ട് ചെയ്യാനുമുള്ള അവയർനെസ് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക്, ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ക്വാളിറ്റേറ്റീവ് ടൂൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് കൃത്യമായി അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ട് ഈ ഓരോ ഇൻഡിവിജ്വലിനും അത് റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന തരത്തിലുള്ള ടൂൾ കണ്ടെത്തുക. അതും ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റി എന്നുള്ളതും ക്വാണ്ടിറ്റി എന്നുള്ളതും നമുക്കറിയാലോ. ഈ ക്വാളിറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എണ്ണത്തിലല്ല. കാർഡിനൽ വാല്യൂ ക്വാണ്ടിറ്റിക്കല്ല, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓരോ വ്യക്തിക്കും ക്ലയന്റിനെ മോട്ടിവേറ്റ് ചെയ്യാനും അയാൾക്ക് കൊളാബറേറ്റീവ്ലി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏരിയയിൽ ഫോക്കസ് ചെയ്യാനുമുള്ള കഴിവ് ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പൗസസ് തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ്, നല്ല ഇൻറ്റിമസി വച്ച് പുലർത്താനുള്ള ഇൻഡിക്കേഷൻസ് ഉള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.
ഓക്കെ. അതില് പ്രത്യേകിച്ച് ഒന്ന് കാണേണ്ടത്, ഒരു വ്യക്തി, ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ, ഒരു ഭാര്യയെയോ ഭർത്താവിനെയോ ഒറ്റക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ളതല്ലാതെ അതൊരു പ്ലീസിങ് ആയി രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് നടത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ദിസ് ഹെൽപ്പ് ടു ഗീവ് ദ കപ്പിൾ എ ഫോക്കസ് ഫോർ വാട്ട് ദേ വുഡ് ലൈക്ക് ഇൻ ദ റിലേഷൻഷിപ്പ്. അവരുടെ റിലേഷൻഷിപ്പിൽ ആക്ച്വലി അവർ ഏത് റോളിലാണ് ഉള്ളത് എന്നുള്ളത് അവർക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. അത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി കഴിയും. ഒരു കൊളാബറേറ്റീവ്ലി, പരസ്പരം, കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ തമ്മിലുള്ള ഒരു ഈസിനെസ്സും അതുപോലെ ഇൻറ്റിമസിയും ജനറേറ്റ് ചെയ്ത് ഒരു കൈൻഡ്നെസ് അവരിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൽഫ് റിപ്പോർട്ട് സ്കെയിലുകൾ നമുക്ക് പലപ്പോഴും സഹായകമാകാറുണ്ട്. നമുക്ക് ഈ യൂണിറ്റ് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നത് ഒന്ന് മാത്രമേ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതുള്ളൂ. പല തരത്തിലുള്ള സെൽഫ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന, ഡോമിനേറ്റ് ചെയ്യുന്ന അസസ്മെന്റ് ടൂളുകളിൽ, ഇന്റർവ്യൂവിൽ ഉപയോഗിക്കുന്ന അസസ്മെന്റ് ടൂളുകളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി ഡാറ്റകളാണ് ഈ സെൽഫ് റിപ്പോർട്ടഡ് സ്കെയിൽ. ഇന്റർവ്യൂവിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇൻസ്ട്രുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൈമറി ഡാറ്റ കളക്ഷനിലെ പ്രൈമറി ഡാറ്റ കളക്ഷൻ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ, ടെറിഷറി ഡാറ്റ കളക്ഷൻ എന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സ്വന്തമായി ചെയ്യുന്നതാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ വൈൽ ദ പ്രൈമറി ഇൻസ്ട്രുമെന്റ് ഫോർ അസസിങ് ദ ഫാമിലി ഓർ മാരിറ്റൽ സിസ്റ്റം ഈസ് ദ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ അതൊരു പ്രൈമറി മെത്തേഡാണ്. സെൽഫ് റിപ്പോർട്ട് സ്കെയിൽ ഈസ് യൂസ്ഫുൾ ടൂൾ ദാറ്റ് ആഡ് ദ ഇൻഫർമേഷൻ. അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യാൻ കുറച്ചും കൂടി ആഡ് ചെയ്യുന്ന ഒരു സെക്കൻഡറി സപ്ലിമെന്ററി ടൂൾ ആയിട്ടാണ് SRS നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഒരു കാരണവശാലും ക്ലയന്റിന് ഒരു വീക്ക്നെസ് ഉണ്ടാകുന്ന തരത്തിൽ പർട്ടിക്കുലർ ഏരിയയിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ചില സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഡെവലപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അത് ഒരു കാരണവശാലും നമ്മൾ വേറെ തരത്തിലുള്ള വേരിയബിൾസ് വരാത്ത രൂപത്തിൽ ഒരു ഒഴിവാക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്താൽ പോരാ. വളരെ അഡ്രസ്ഫുൾ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ടൂൾ തിരഞ്ഞെടുക്കാനുള്ള കാപ്പബിലിറ്റി, അതിൻ്റെ കപ്പാസിറ്റി നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. അത്തരത്തിലുള്ള ഒന്നിലൂടെ മാത്രമേ നമുക്ക് ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിലിൻ്റെ ആക്ച്വൽ ഉപയോഗം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിന് സുപ്രധാനമായ ചില സംഗതികൾ, അതിൻ്റെ നോംസ്, ഈ സെൽഫ് റിപ്പോർട്ട് സ്കെയിലിൻ്റെ നോംസ്, അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ വാലിഡിറ്റി കൃത്യമായി പാലിക്കാൻ വേണ്ടി നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുക. ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യത്യാസം നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൽ ചില ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് അതിനുള്ള ഉത്തരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് മറ്റൊരു ദിവസത്തിലെ റിസർച്ച് ടൂൾസ് ഇൻ ദ ഫാമിലി തെറാപ്പി എന്നുള്ള മേഖലയിലെ മറ്റൊരു ദിവസം നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കൊരു 1:15 തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മളിൽ കുറച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് 2 പേര് കയറി വന്നു, അവര് പോയി. ഒരാൾ പോകുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഒരാൾ പോയ ആൾ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എനിഹൗ, നമുക്ക് മറ്റൊരു ദിവസം വിശദീകരിച്ച് ഇക്കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വന്നിട്ടുള്ള ആ 3 പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് കാണിക്കുക. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തോട്ടെ. Yes. Dilsha.
ഓക്കെ, ക്ലോസ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം ഞാനത് ഗ്രൂപ്പിൽ അറിയിക്കാം. പ്രത്യേകിച്ച് ഔപചാരികതയൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.